ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് കെമിക്കൽ ഇക്വേഷൻസ് എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി കെമിസ്ട്രിയുടെ ലോകത്ത് കുറച്ചുകൂടി ഒരു ഓർഡറൊക്കെ വരാൻ പോവുകയാണ്. കാരണം നമ്മൾ ഇനി മുതൽ ഈ എണ്ണമറ്റ കെമിക്കൽ റിയാക്ഷൻസിനെ അതിന് സ്വഭാവമനുസരിച്ച് തരംതിരിക്കാൻ പഠിക്കും. അതായത് നിങ്ങൾക്കിപ്പോൾ ഏത് കെമിക്കൽ ഇക്വേഷൻ തന്നാലും ബാലൻസ് ചെയ്യാൻ അറിയാം. പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ, കോടിക്കണക്കിന് രാസപ്രവർത്തനങ്ങളുണ്ട്. അതിനെയൊക്കെ നമ്മൾ എങ്ങനെ വേർതിരിച്ചു മനസ്സിലാക്കും? അതിന് കെമിസ്റ്റുകൾ ഒരു കിടിലൻ വഴി കണ്ടെത്തിയിട്ടുണ്ട്. ആ തരംതിരിക്കലാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതെ, ഇക്വേഷൻസ് ബാലൻസ് ചെയ്യാൻ പഠിച്ചാൽ പിന്നെ അടുത്തതായി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത്. ഇങ്ങനെ റിയാക്ഷൻസിനെ തരംതിരിക്കുന്നത് എന്തിനാണെന്നോ? ഓരോ രാസപ്രവർത്തനത്തിന്റെയും സ്വഭാവം നമുക്ക് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ കെമിസ്ട്രി വളരെ എളുപ്പമാകും, ഉറപ്പ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? വളരെ സിമ്പിളാണ്. കെമിസ്റ്റുകൾ റിയാക്റ്റൻസിനും പ്രോഡക്ട്സിനുമിടയിൽ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കും. അതായത് ആറ്റങ്ങൾ എങ്ങനെയാണ് പുനഃക്രമീകരിക്കുന്നത് എന്നതിലെ പാറ്റേണുകൾ. അതാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നതും ഏറ്റവും അടിസ്ഥാനപരവുമായ റിയാക്ഷൻ ടൈപ്പ് ഏതാണ്? അതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ. പേര് പോലെ തന്നെ സിമ്പിളാണ് സംഭവം. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ ഔദ്യോഗിക നിർവചനമാണ്. എ റിയാക്ഷൻ ഇൻ വിച്ച് എ സിംഗിൾ പ്രോഡക്റ്റ് ഇസ് ഫോംഡ് ഫ്രം 2 or more റിയാക്റ്റൻസ്. അതായത് രണ്ടോ അതിലധികമോ റിയാക്റ്റൻസിൽ നിന്ന് ഒരൊറ്റ പ്രോഡക്റ്റ് രൂപപ്പെടുന്ന പ്രവർത്തനം. പരീക്ഷയ്ക്ക് ഈ നിർവചനം അതേപടി ഓർത്തിരിക്കുന്നത് ഫുൾ മാർക്ക് നേടാൻ സഹായിക്കും. ഈ ആശയം നമ്മുടെ മനസ്സിൽ ശരിക്കും ഉറപ്പിക്കാൻ നിങ്ങളുടെ NCERT പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ക്യുക്ലൈമിന്റെ ഉദാഹരണം. ഈ ചിത്രം നിങ്ങൾക്ക് വളരെ പരിചിതമായിരിക്കുമല്ലേ? ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റി 1.4-ൽ നിന്നുള്ള ചിത്രമാണ്. കാൽഷ്യം ഓക്സൈഡ് വെള്ളവുമായി പ്രവർത്തിക്കുന്നതെങ്ങനെയെന്ന് കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷണമാണിത്. ശരി, നമുക്ക് ഈ റിയാക്ഷൻ ഒന്ന് കീറി മുറിച്ച് പരിശോധിക്കാം. ഇക്വേഷൻ ശ്രദ്ധിച്ചേ. CaO plus H2O gives CaOH2 ice. ഇവിടെ ഒന്നാമത്തെ റിയാക്റ്റന്റ് CaO അഥവാ ക്വിക്ലൈം ആണ്. രണ്ടാമത്തെ റിയാക്റ്റന്റ് H2O, അതായത് നമ്മുടെ സ്വന്തം വെള്ളം. ഇവ രണ്ടും കൂടിച്ചേർന്ന് ഇവിടെയാണ് മാജിക്. ഒരൊറ്റ പ്രോഡക്റ്റ് ഉണ്ടാകുന്നു, CaOH2 ice അഥവാ സ്ലേക്ലൈം. ഈ പ്രവർത്തനത്തിൽ കുറച്ച് ചൂടും പുറത്തുവരുന്നുണ്ട്. അപ്പൊ കണ്ടില്ലേ, രണ്ടോ അതിലധികമോ റിയാക്റ്റൻസ് ചേർന്ന് ഒരൊറ്റ പ്രോഡക്റ്റ് നമ്മുടെ നിർവചനവുമായി കൃത്യമായി ചേരുന്നു. ഇതോർത്തിരിക്കാൻ ഒരു രസകരമായ വഴിയുണ്ട്. രണ്ട് പദാർത്ഥങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഒന്നായി മാറുന്നു. ഇത് കെമിസ്ട്രിയിൽ ഒരു ടീം വർക്ക് പോലെയാണ്. അടിപൊളിയല്ലേ? ഓക്കെ, നമ്മളൊരു പ്രധാനപ്പെട്ട ആശയം പഠിച്ചു. ഇനി ഇത് പരീക്ഷയ്ക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കുന്നതിനു മുൻപ് പഠിച്ചത് ഓർമ്മയിൽ ഉറപ്പിക്കാൻ നമുക്കൊരു ചെറിയ ടെക്നിക്ക് ചെയ്യാം. ഇത് നിങ്ങളുടെ ശ്രദ്ധയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ ഒരുപാട് സഹായിക്കും. നമുക്കൊരുമിച്ച് ചെയ്യാം. നേരെ ഇരിക്കുക. ഞാൻ പറയുമ്പോൾ കൂടെ ചെയ്യുക. റെഡിയല്ലേ? ശ്വാസം ഉള്ളിലേക്കെടുക്കുക. 1, 2, 3, 4. ഇനി 2 സെക്കൻഡ് പിടിച്ചുവെക്കുക. 1, 2. ഇനി മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടുക. 1, 2, 3, 4, 5, 6. നന്നായിട്ടുണ്ട്. ഇതുപോലെ 2 തവണ കൂടി സ്വയം ആവർത്തിക്കുക. കൊള്ളാം. ഇപ്പോൾ പൂർണ്ണ ശ്രദ്ധയോടെ നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങാം. ഈ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന ആശയം നിങ്ങളുടെ ബോർഡ് പരീക്ഷയിൽ എങ്ങനെയാണ് മാർക്ക് നേടിത്തരുന്നത് എന്ന് നോക്കാം. ബോർഡ് പരീക്ഷയിലെ സ്ഥിരം ചോദ്യങ്ങളിലൊന്നാണ് തന്നിരിക്കുന്ന റിയാക്ഷൻ ഏത് ടൈപ്പാണെന്ന് തിരിച്ചറിയുക എന്നത്. അപ്പോ എന്താണ് ട്രിക്ക്? ആരോ മാർക്കിന്റെ ഇടതുവശത്ത് ഒന്നിലധികം ആൾക്കാർ, വലതുവശത്ത് ഒരേ ഒരാൾ. ഇങ്ങനെ കണ്ടാൽ പിന്നെ ഒന്നും നോക്കാനില്ല. അത് കോമ്പിനേഷൻ റിയാക്ഷനാണ്. അത്രയുള്ളൂ. ഇനി നിങ്ങൾ പഠിച്ചത് എത്രത്തോളം മനസ്സിലായി എന്ന് സ്വയം ഒന്ന് പരിശോധിക്കാം, അല്ലേ? ബോർഡ് പരീക്ഷയുടെ അതേ മാതൃകയിലുള്ള 2 ചോദ്യങ്ങൾ ഇതാ. ചോദ്യം 1. വെള്ള പൂശുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ് X. ഈ X ഏതാണെന്ന് കണ്ടെത്തുക. എന്നിട്ട് അതിന്റെ വെള്ളവുമായുള്ള റിയാക്ഷൻ എഴുതുക. ചോദ്യം 2. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് കോമ്പിനേഷൻ റിയാക്ഷൻ ഏതാണെന്ന് തിരിച്ചറിയുക. A. ZnCO3 gives ZnO plus CO2. B. 2H2 plus O2 gives 2H2O. ഒരു നിമിഷം വീഡിയോ ഇവിടെ നിർത്തിയിട്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കൂ. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് ചുരുക്കി പറയാം. എന്താണൊരു കോമ്പിനേഷൻ റിയാക്ഷൻ? രണ്ടോ അതിലധികമോ റിയാക്റ്റൻസ് ഒന്നിച്ചു ചേർന്ന് ഒരേ ഒരു സിംഗിൾ പ്രോഡക്റ്റ് ഉണ്ടാകുന്നു.
ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. ഇതുപോലെ ബോർഡ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കെമിസ്ട്രി പാഠങ്ങൾ ഇനിയും വ്യക്തമായി മനസ്സിലാക്കാൻ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ്. അടുത്ത ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിന്റെ നേർവിപരീതമായ ഒരു റിയാക്ഷനെ പറ്റിയാണ്. ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അവിടെ ഒരു വലിയ പദാർത്ഥം വിഘടിച്ച് പലതായി മാറുന്നു. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ അടുത്ത ഭാഗത്തിൽ കാണാം.